+1 5th chapter states of matter. ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ലോ വരുന്ന ഗ്യാസ് ലോസ് വരുന്നത് അവഗാഡ്രോസ് ലോ. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ബോയിൽസ് ലോ, സെക്കൻഡ് ചാൾസ് ലോ, ദെൻ തേർഡ് വൺ അവഗാഡ്രോസ് ലോ. ഇത് നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് അവഗാഡ്രോസ് ലോ എന്നുള്ളത്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് നമ്മൾ കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിൻ്റെ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്, ദറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു എൻ. എൻ റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ നമ്പർ ഓഫ് മോൾസ്. ദറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്, കെ റെപ്രസെൻറ്റ്സ് കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എൻ. ദെൻ വാട്ട് ഈസ് അവഗാഡ്രോസ് ലോ? ഫസ്റ്റ് നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലും പഠിച്ചതാണ്. ഇപ്പോഴും നമ്മളിവിടെ ഗ്യാസ് ലോസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് അവഗാഡ്രോസ് ലോ? അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ, ഞാൻ വേറെ ടൈപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു എൻ. അതൊന്നും കൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഒന്നും കൂടെ, അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു എൻ. Then V is equal to K into N, where K is a constant. ഇനി നിങ്ങളിവിടെ വെറുതെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഗ്രാഫ്, ഞാൻ അവിടെ ഗ്രാഫ് വരച്ചില്ല എങ്കിലും ഒരു ഗ്രാഫ് വെറുതെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പ്ലോട്ട് ചെയ്താൽ, വോളിയം അഗൈൻസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്കിപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു 3 ഗ്യാസ് ലോസ് ആണ്. ഓക്കെ, എന്തെല്ലാം? ഫസ്റ്റ് ബോയിൽസ് ലോ, സെക്കൻഡ് നമ്മളുടെ ചാൾസ് ലോ, തേർഡ് വൺ അവഗാഡ്രോസ് ലോ. അപ്പോൾ അവഗാഡ്രോസ് ലോ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ. ദാറ്റ് ഈസ് ലാസ്റ്റ് പഠിക്കേണ്ടത് വി പ്രൊപ്പോർഷണൽ ടു എൻ. നെക്സ്റ്റ് സെക്ഷൻ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് ഞാൻ പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ തൊട്ട് മുന്നേ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. നമ്മളന്ന് എടുത്തപ്പോൾ വാട്ട് ഈസ് ബോയിൽസ് ലോ എന്നുള്ളത്, നമ്മളിവിടെ ബോയിൽസ് ലോ നോക്ക്. അതായത് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ശരിക്കും നമ്മൾ ബോയിൽസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതാണ് ഞാൻ അവിടെ ബോയിൽസ് ലോ പ്രകാരം വി പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് എഴുതിയത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വാട്ട് ഈസ് ചാൾസ് ലോ എന്നുള്ളത്? ചാൾസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അവിടെ ചാൾസ് ലോ അപ്ലൈ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു ടി. ഓക്കെ, അപ്പോൾ ഈ 2 ലോസ് നമ്മൾ മുമ്പേ നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ബോയിൽസ് ലോ, വാട്ട് ഈസ് ചാൾസ് ലോ എന്നുള്ളത്? അപ്പോൾ ബോയിൽസ് ലോ മീൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the volume of a fixed amount of a gas is inversely proportional to pressure. Then what is Charles law? At constant pressure the volume of a fixed amount of a gas is directly proportional to temperature. അപ്പോൾ അത് കിട്ടി. Then according to Avogadro's law നമ്മൾ പറഞ്ഞു at constant temperature and pressure volume is directly proportional to number of moles. അതാണ് ആ 3 ലോ പറയുന്നത്. അപ്പോൾ according to these 3 gas laws, V proportional to Boyle's law, V proportional to 1/P, then according to Charles' law, V proportional to T, then according to നമ്മുടെ Avogadro's law, V proportional to N. Then combining these 3 gas laws, ഈ 3 ഗ്യാസ് ലോസും കമ്പൈൻ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? V directly proportional to NT, എന്നും ടിക്കും, എന്നും ടിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസിനും നമ്പർ ഓഫ് മോൾസിനും, ടിക്കും ടെമ്പറേച്ചറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ബട്ട് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു NT/P. ഇത് നിങ്ങളത് മാറ്റിയിട്ട് അവിടെ പ്രൊപ്പോർഷണലായിട്ട് മാറ്റുക. പ്രൊപ്പോർഷണലായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വേണം. അത് ഞാൻ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് R ആണ്. നമ്മൾ സാധാരണ K എന്ന് കൊടുക്കുക, ഹിയർ വി യൂസ് R. സോ അങ്ങനെ V ഈസ് ഈക്വൽ ടു nRT/P എന്ന് വരും. nRT/P. ഓക്കെ, ദാറ്റ് ഈസ് PV ഈസ് ഈക്വൽ ടു nRT. ദെൻ ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV ഈസ് ഈക്വൽ ടു nRT. ദിസ് ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് നിങ്ങൾ എടുക്കുക അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ദെൻ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ചാൾസ് ലോ, ദെൻ അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ. ദെൻ കമ്പൈനിങ് ദീസ് 3 ഗ്യാസ് ലോസ് വി ഗെറ്റ്
PV is equal to nRT. Here P means pressure, V volume, N number of moles. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ബേസിക് കൺസെപ്റ്റ്സ് കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്. ഹൗ കൻ യു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഉള്ളത് മാസ് ബൈ മോളിക്കുലാർ മാസ്. ഓക്കെ, ദെൻ R റെപ്രസെൻറ്റ്സ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, T റെപ്രസെൻറ്റ്സ് ടെമ്പറേച്ചർ. ഇതാണ് നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് നമ്മളവിടെ ചെയ്തു വെക്കണം. ഓക്കെ, ഇത്ര സ്റ്റെപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. മുമ്പേ നമ്മൾ എടുത്തിരിക്കുന്ന പാർട്ട് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാണ്. വാട്ട് ഈസ് ബോയിൽസ് ലോ, ദെൻ വാട്ട് ഈസ് ചാൾസ് ലോ, ദെൻ വാട്ട് ഈസ് അവഗാഡ്രോസ് ലോ എന്നുള്ളത് ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി 3 വേരിയബിൾസ് റിലേറ്റഡ് ടു ഗ്യാസസ്: പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വോളിയം. പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വോളിയം, ഈ 3 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോസ് പറയുന്നത്. ഫസ്റ്റ്, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇത് ബോയിൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് നമ്മൾ ബോയിൽസ് ലോ പറയുന്നത്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പറയുമ്പോൾ ദ റിമൈനിങ് വേരിയബിൾസ് ആർ വോളിയം ആൻഡ് പ്രഷർ. സോ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ, ദ നെക്സ്റ്റ് ചാൾസ് ലോ പറയുന്നത് അവിടെ റിലേറ്റ് ചെയ്യുന്നത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണ്. സോ റിമൈനിങ് വേരിയബിൾ വിച്ച് വൺ? പ്രഷർ. സോ പ്രഷർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഇൻ അക്കോർഡൻസ് വിത്ത് ചാൾസ് ലോ pressure remains constant. Pressure at constant pressure, the volume of fixed amount of a gas is directly proportional to temperature. Okay, then according to Avogadro's law, at a constant temperature and pressure, volume is directly proportional to number of moles. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക? ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യുക? റിലേറ്റ് ചെയ്യുക. ഇത് 3 റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്യുന്നുണ്ടാവും കറക്റ്റായിട്ട്. സംഭവം ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ നോക്ക്, വളരെ എളുപ്പം. PV is equal to nRT എന്നുള്ള ഒരു നല്ലൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലേ? PV is equal to nRT. Then what is P? P pressure. What is V? V volume. Then what is N? N number of moles. Then what is R? Universal gas constant. What is T? Temperature. ഒന്നും കൂടെ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. വാട്ട് ഈസ് ബോയിൽസ് ലോ? ക്ലിയർ ചെയ്യുക. വാട്ട് ഈസ് ബോയിൽസ് ലോ എന്നുള്ളത്? വാട്ട് ഈസ് ബോയിൽസ് ലോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ബോയിൽസ് ലോ? ക്ലിയർ ചെയ്യുക. വാട്ട് ഈസ് ബോയിൽസ് ലോ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ നമ്മളുടെ പ്രഷർ ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ദാറ്റ് ഈസ് P പ്രൊപ്പോർഷണൽ ടു 1/V എന്ന് എഴുതാം, ഓർ V പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് എഴുതാം. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ചാൾസ് ലോ? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ അതും കിട്ടി നമുക്ക്. ഓക്കെ, ആ സാധനം കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് വളരെ ഈസി ആയിട്ട് പറയുന്നത് അവഗാഡ്രോസ് ലോ. വാട്ട് ഈസ് അവഗാഡ്രോസ് ലോ എന്ന് കിട്ടി? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് വരിക V പ്രൊപ്പോർഷണൽ ടു NT/P എന്ന് വരും. ദെൻ V is equal to nRT/P എന്നുള്ള ഇക്വേഷൻ വരും. അപ്പോൾ അത് രണ്ടും റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് PV is equal to nRT എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേർ P, വാട്ട് ഈസ് P? P is the pressure. What is V? V volume. Then what is N? N number of moles. Then what is R? R universal gas constant. T means temperature. അപ്പോൾ ഇത്രയും സെക്ഷൻ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, ഈ സെക്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് പറഞ്ഞാൽ ആ ബോയിൽസ് ലോ തന്നെ നമ്മളൊരു ഗ്രാഫ് വരക്കുന്നുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയുന്നുണ്ട്. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ അവിടെ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്. സോ നമ്മൾ ആ ഗ്രാഫിന് ബോയിൽസ് ലോൻ്റെ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കിട്ടുന്ന ആ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേര് ഐസോതേം എന്ന് പറയും. ഐസോതേം, ദാറ്റ് ഈസ് ഗ്രാഫ് ഈസ് പ്ലോട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് എന്ത്? ഐസോതേം. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബോയിൽസ് ലോ, ആ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേര് ഐസോതേം എന്ന് പറയും. ചാൾസ് ലോൻ്റെ കേസിൽ നമ്മളവിടെ ഗ്രാഫ് വരക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. സോ ദിസ് ഗ്രാഫ് ഈസ് കോൾഡ് ഐസോബാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഐസോതേം, വാട്ട് ഈസ് ഐസോബാർ എന്ന് പറഞ്ഞാൽ ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എനി 2 ക്വാണ്ടിറ്റീസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഐസോതേം. ദെൻ ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എനി 2 ക്വാണ്ടിറ്റീസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് കോൾഡ് ഐസോബാർ. അതൊന്ന് ക്ലിയർ ചെയ്തോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് ഞാനിപ്പം നമ്മളെ യൂട്യൂബ് ലിങ്കിലൂടെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എത്ര ലോസ്? 3 ഗ്യാസ് ലോസ്. What are the 3 gas laws? Boyle's law, Charles law and Avogadro's law. Then combining these 3 gas laws, we get PV is equal to nRT equation. This equation is called ideal gas equation.
അപ്പം നിങ്ങൾ ഇതൊന്ന് ക്ലിയർ ചെയ്യണം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എക്സാമിന്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. എന്താ ഉപയോഗിച്ചിട്ട്? യൂസിങ് 3 ഗ്യാസ് ലോസ്, ദാറ്റ് ഈസ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ, ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, PV കൂടെ NRT ഒബ്സർവ് ചെയ്താൽ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ 4 വേരിയബിൾസ്. ഓക്കെ, എന്തെല്ലാം 4 വേരിയബിൾസ്? പ്രഷർ, വോളിയം, number of moles and temperature. So and it describes the state of any gas. നമുക്ക് അതെന്ത് ചെയ്യും? അത് ഏത് ഗ്യാസിൻ്റെ സ്റ്റേറ്റ് വേണമെങ്കിലും അവസ്ഥ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? ഡിസ്ക്രൈബ് ചെയ്യുന്ന പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയുന്നത്. സോ ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ്, ദാറ്റ് ഈസ് ദർഫോർ ദിസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് PV NRT ഇക്വേഷൻ ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ക്വസ്റ്റൻ ആണ്, വിച്ച് ഇക്വേഷൻ ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, then why it is called, why this PV NRT equation or ideal gas equation is called as equation of state? Because ideal gas equation is a relation between 4 variables: pressure, next നമ്മൾ പറയുന്നത് വോളിയം, നമ്പർ ഓഫ് മോൾസ് ആൻഡ് ടെമ്പറേച്ചർ. സോ ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ്, PV NRT ഇക്വേഷൻ ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, നിങ്ങൾ ആ ഇക്വേഷൻ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ പറയുന്നൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ദറ്റ് ഈസ് R, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് പ്രത്യേകത, അതിൻ്റെ വാല്യൂ എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദർ യൂണിറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് നോക്കിയാൽ മനസ്സിലാവും, 8.314. അതിൽ ആറിൻ്റെ യൂണിറ്റ് വാല്യൂ 8.314, ബട്ട് യൂണിറ്റ് പാസ്കൽ, മീറ്റർ ക്യൂബ്, കെൽവിൻ റേസ്ഡ് -1, മോൾ റേസ്ഡ് -1. അവിടെ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഈസ് യൂണിറ്റ് ഓഫ് പ്രഷർ, മീറ്റർ ക്യൂബ് ഈസ് ദി യൂണിറ്റ് ഓഫ് വോളിയം, കെൽവിൻ ടെമ്പറേച്ചർ, മോൾ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ വരുന്നത് 8.314 ഇൻറ്റു 10⁻². ആ സമയത്ത് നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റ് മാറി, വോളിയത്തിൻ്റെ യൂണിറ്റ് മാറി. പ്രഷറിൻ്റെ യൂണിറ്റ് ബാറായി, വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്ററായി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 8.314 മാത്രമാണ്. അത് ജൂൾ, കെൽവിൻ റേസ്ഡ് -1, മോൾ റേസ്ഡ് -1. അപ്പോൾ അവിടെ ഒരു ജൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ബാർ, ലിറ്റർ, പാസ്കൽ, മീറ്റർ ക്യൂബ്, അത് രണ്ടും എടുക്കുന്ന സമയത്ത് പ്രഷർ ഇൻറ്റു വോളിയം ഈസ് കൺസിഡേർഡ് ആസ് എ വർക്ക്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ എന്ന ടൈപ്പിൽ പറഞ്ഞു, ജൂൾ എനർജി, ജൂൾ എന്നുള്ളത്. അപ്പോൾ കപ്പാസിറ്റിയുടെ എനർജി, വർക്ക് എന്നെല്ലാം പറയാം, എനർജി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത്, യൂണിറ്റ് വരുന്നത് 8.314 ജൂൾ, കെൽവിൻ റേസ്ഡ് -1, മോൾ റേസ്ഡ് -1. ഇത് ലാസ്റ്റ് വാല്യൂ നോക്ക്, 0.0821. വീണ്ടും നമ്മൾ അവിടെ പ്രഷറിൻ്റെ യൂണിറ്റ് അറ്റ്മോസ്ഫിയറായി. ഓക്കെ, ദെൻ വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്ററായി, പിന്നെ ബാക്കി സെയിം തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 2 വാല്യൂസ് നിങ്ങൾ ശരിക്കും ഒന്ന് പഠിച്ചു നോക്കണം. ഓക്കെ, ഒന്ന് 8.314 ജൂൾ, കെൽവിൻ റേസ്ഡ് -1, മോൾ റേസ്ഡ് -1. നെക്സ്റ്റ് വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ, മോൾ റേസ്ഡ് -1, കെൽവിൻ റേസ്ഡ് -1. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് നോക്കിക്കോ. വീണ്ടും നമ്മൾ വരുന്നത് സെയിം ഇക്വേഷൻ ബൈ യൂസിങ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഹൗ ക്യാൻ യു ഡെറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി? ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ എങ്ങനെ ഡെറൈവ് എന്നുള്ളത്, ഇത് നമ്മൾ പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ റിലേറ്റ് ചെയ്യുന്നതാണ്. എല്ലാം നമ്മൾക്ക് ഒരേ ടേമാണ്. ഫസ്റ്റ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഇന്ന് ഡെറിവേഷൻസ് എല്ലാം വരുന്നത് യൂസിങ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ഹൗ കെൻ യു ഡെറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി? ഫസ്റ്റ് വി നോ ദാറ്റ്, ഓർ വി ഹാവ്, ഇൻ അക്കോർഡൻസ് വിത്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, PV NRT. ഓക്കെ, PV NRT. Then what is here N? N means number of moles. നമ്മൾ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ് കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിൽ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് പഠിച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഫോമിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ഹിയർ വി യൂസ് മാസ് ബൈ മോളിക്കുലർ മാസ്, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഓക്കെ, N ഈസ് ഈക്വൾ ടു മാസ് ബൈ മോളിക്കുലർ മാസ്. സോ മാസിനെ ഞാനിപ്പം അവിടെ സ്മോൾ ലെറ്റർ M കൊണ്ടും മോളിക്കുലർ മാസിന് ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൾ ടു M by M. ഫസ്റ്റ് മാസ് റെപ്രസെൻറ്റ്സ് ബൈ യൂസിങ് സ്മോൾ ലെറ്റർ M, then molecular mass capital letter M. Okay, so PV is equal to M by M into RT, that is mass by molecular mass into RT. ഇത് നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് വളരെ എളുപ്പം, നമ്മൾക്കറിയാം PM is equal to M by V into RT. കറക്റ്റ് അല്ലേ ഇത്? PM is equal to M by V into RT. ഓക്കെ, P പ്രഷർ, മാസ് ക്യാപിറ്റൽ ലെറ്റർ M എന്നുള്ളത് മോളിക്കുലർ മാസ്, സ്മോൾ ലെറ്റർ M എന്നുള്ളത് മാസ്. സോ we know that, or we have mass by volume. What is mass? Mass by volume. The term mass by volume is called density, represented by using the letter D. So mass by volume നമ്മൾ എന്ത് പറഞ്ഞു? ഡെൻസിറ്റി എന്ന് പറഞ്ഞു.
എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സംഭവം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? പി എം ഇസ് ഈക്വൽ ടു ഡി ആർ ടി എന്നൊരു ഇക്വേഷൻ കിട്ടും. പി എം ഇസ് ഈക്വൽ ടു ഡി ആർ ടി. ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഡി? ഡി മീൻസ് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? പി എം ബൈ ആർ ടി. ഇത് നമ്മളെ പരീക്ഷയ്ക്ക് കുറേ പ്രാവശ്യം ഈ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാൻ വന്നിരുന്നു. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ്. അപ്പം ഡെൻസിറ്റി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അങ്ങനെ പറയാം, ഐഡിയൽ ഗ്യാസ്. ബിക്കോസ് ഹിയർ വി യൂസ് പി വി സിക്കൂടെ എൻ ആർ ടി ഇക്വേഷൻ, ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. നെക്സ്റ്റ് നമുക്കത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ക്യാൻ യു ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുത്തു. ഇത് നമ്മൾക്ക് അറിയുന്ന മുൻപേത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഒരു സെക്ഷനായ നമ്പർ ഓഫ് മോൾസ് അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾക്ക് ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന സംഭവമാണ് ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഡെൻസിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മാസ് ബൈ വോളിയം, അതാണ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്ത് ഇക്വേഷൻ വന്നു? പി എം ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു പി എം ബൈ ആർ ടി എന്നുള്ള ഒരു ഇക്വേഷൻ വന്നു. ക്ലിയർ? അപ്പോൾ വാട്ട് ഈസ് പി? പി മീൻസ് പ്രഷർ. വാട്ട് ഈസ് എം? ക്യാപിറ്റൽ എം മോളിക്കുലാർ മാസ്. വാട്ട് ഈസ് ആർ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ദെൻ വാട്ട് ഈസ് ടി? ടെമ്പറേച്ചർ. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ക്ലിയർ ചെയ്യാനും പഠിക്കണം ഇവിടെ. ഞാൻ ഒന്നും കൂടെ ഡെറിവേഷൻസ് പറയാം ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തെടുത്തു? അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി സി കൂടെ എൻ ആർ ടി. എന്നിട്ട് അതിൽ എന്നിനെ മാറ്റി. എൻ മീൻസ് നമ്പർ ഓഫ് മോൾസ്. ഇപ്പം നമ്പർ ഓഫ് മോൾസിനെ ജസ്റ്റ് നമ്മൾ മാറ്റുമ്പോൾ മാസ് ബൈ മോളിക്കുലാർ മാസ്. അപ്പം സ്മോൾ ലെറ്റർ എം എന്നുള്ളത് മാസ്, ക്യാപിറ്റൽ ലെറ്റർ എം എന്നുള്ളത് മോളിക്കുലാർ മാസ്. ഇത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വന്നത്? പി വി ഈസ് ഈക്വൽ ടു എം ബൈ എം ഇൻറ്റു ആർ ടി. ഓക്കെ, ദെൻ പി എം ഈസ് ഈക്വൽ ടു എം ബൈ വി ഇൻറ്റു ആർ ടി. സ്മോൾ ലെറ്റർ എം ബൈ വി ഇൻറ്റു ആർ ടി. അവിടെ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ്, വി എന്ന് പറഞ്ഞാൽ വോളിയം. സോ മാസ് ബൈ വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി, റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദി ലെറ്റർ ഡി. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നത് പി എം ഇസ് ഈക്വൽ ടു പറഞ്ഞോ ഡി ആർ ടി. ദെൻ ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു വളരെ സിമ്പിളായിട്ട് പി എം ബൈ ആർ ടി. ഇത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇന്നെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലം എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് വന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളോട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലൂടെ ഓടിപ്പോയിക്കോ. കഴിഞ്ഞ തൊട്ട് മുന്നേ ഞാൻ എടുത്തിരിക്കുന്ന പാർട്ട് ഒന്നും കൂടെ പറഞ്ഞ് വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി സി കൂടെ എൻ ആർ ടി. ദെൻ ഹൗ ക്യാൻ യു ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ബൈ യൂസിങ് 3 gas laws. Then what are the 3 gas laws used for deriving an expression ideal gas equation? Boyle's law, Charles law, Avogadro's law. Then what is Boyle's law? Then what is Charles law? Then what is Avogadro's law? ഇതെല്ലാം നമ്മൾ മനസ്സിലൂടെ ഒരേ സമയം ഓടി പോകണം. ഓക്കെ, എന്നാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വന്നത് ആ ലോസാണ്. ലോസ് വെച്ചിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? നമുക്ക് അതിലേക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതിൽ നിന്ന് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഇപ്പം ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ചെറിയൊരു പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഉണ്ടോ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസ്? ഞാൻ നേരത്തെ പറഞ്ഞത് തൊട്ട് മുന്നേ ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസ്. ഞാൻ പറയാം, നമ്മൾ തൊട്ട് മുന്നേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരുന്നു. അപ്പം ഞാൻ അതിൽ പറയുന്നത് നമ്മൾ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്നത് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ ആണ്. എങ്കിൽ a gas that follows Boyle's law, Charles' law and Avogadro's law strictly is called an ideal gas. അതായത് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതല്ലേ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്ത്? ഐഡിയൽ ഗ്യാസ്. ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ചുരുക്കിയിട്ട് ഗ്യാസ് വിച്ച് ഒബേ ideal gas equation is called ideal gas and does not obey ideal gas equation is called real gas. ഒബേ ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ്, ഒബേ ചെയ്യാത്തത് റിയൽ ഗ്യാസ്. അപ്പോൾ നമ്മൾ നോക്ക്, ഗ്യാസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ് ആൻഡ് ഗ്യാസ് വിച്ച് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് കോൾഡ് റിയൽ ഗ്യാസ്. അപ്പോൾ ഇപ്പം പറഞ്ഞിരിക്കുന്ന റിലേഷൻസ് എല്ലാം വന്നത് ഇനി ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന ഈ ലിങ്കിലൂടെ നമ്മളിപ്പോൾ ക്ലാസ് എടുത്തതിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സെക്ഷനും വന്നിരിക്കുന്നത് ആ 3 ലോനെ ബേസ് ചെയ്തിട്ടാണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അതിൽ നിന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതിൽ നിന്നാണ് ഇത്രയും സെക്ഷൻസ് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് 3 gas laws ആൻഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതിൻ്റെ കൂടെ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി, അതായത് എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി ഓഫ് എ ഐഡിയൽ ഗ്യാസ്. ദ നെക്സ്റ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസ്? ഒന്ന് പറഞ്ഞു നോക്കിയാൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസ് എന്നുള്ളത്? ഗ്യാസ് വിച്ച് ഫോളോ
Boyle's law, Charles law and Avogadro's law is called an ideal gas. That is, it obey ideal gas equation. Clear? Then gas which does not obey ideal gas equation is called real gas. Okay, clear?